ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഷഹലയെ സംബന്ധിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. നമ്മുടെ ഷഹലയ്ക്ക് ഭർത്താവിൽ നിന്ന് അവകാശം വേണം എന്നുള്ളൊരു പരാതിയുമായിട്ട് കോടതിയെ സമീപിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഷഹലയുടെ അടുത്ത് ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. ഷഹല ഈ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ സമയത്ത് ഷഹല ഭർത്താവിനെ കുറിച്ച് ആലോചിച്ചോ? അയാളുടെ 7 വയസ്സുള്ള ഒരു കുഞ്ഞുമായിട്ടാണ് നീ ഒളിച്ചോടി പോയത്. അപ്പൊ ആ സമയത്ത് അയാളുടെ കുഞ്ഞിനെയും കൊണ്ട് പോയ സമയത്ത് നീ ആ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. നീ നിന്റെ കാമുകന്റെ കൂടെ സുഖം തേടിയല്ലേ പോയത്. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് നിനക്ക് എന്താണ്, നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുഖം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് നിനക്ക് ഒന്നും കിട്ടുന്നില്ല, ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു രീതിയിലാണല്ലോ നീ നിന്റെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയത്. പിന്നെ നീ എന്തിനാണ് ഇപ്പോ നിന്റെ കാമുകനും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഈ സമയത്ത് നീ എന്തിന്റെ പേരിലാണ് അവകാശം ചോദിച്ചുകൊണ്ട് വരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അതുപോലെ തന്നെ നീ നിന്റെ കാമുകന്റെ കൂടെ പോയപ്പോൾ ഈ ഭർത്താവ് അവിടെ വിദേശത്ത് പോയി ചോര നീരാക്കി സമ്പാദിച്ച 13 പവനും കൊണ്ടാണ് നീ പോയത്. അത് നീ അപ്പോൾ എന്ത് അവകാശത്തിന്റെ പേരിലാണ് നീ അത് എടുത്തുകൊണ്ട് പോയത്? അതും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ ഭയങ്കര ഉപകാരമായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഒരു അവകാശം വേണമെന്ന് പറഞ്ഞ് വരുമ്പോൾ നിനക്ക് കുറച്ചു പോലും ഉളുപ്പില്ലേ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദയയും കാണിക്കാതെ ഒരു മനുഷ്യനെ ചീറ്റ് ചെയ്ത് ആ മനുഷ്യൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പണവും സ്വർണവും എല്ലാം കൊണ്ടുപോയിട്ട് ഇപ്പോൾ കാമുകനും വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ അടുത്ത് അവകാശവും ചോദിച്ച് വന്നിരിക്കുന്നു. നീ അങ്ങോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നീ നിന്റെ ഭർത്താവിന്റെ അടുത്ത് ചോദിക്കുന്നില്ല, നീ നിന്റെ കാമുകന്റെ അടുത്ത് പോയി ചോദിക്കും, അല്ലെങ്കിൽ നീ നിന്റെ കാമുകനെതിരെ ഒരു പരാതി കൊണ്ടുപോയി കൊടുക്കൂ. അതല്ലേ ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നെ ചീറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നീ കാമുകനെതിരെ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കും. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. ഇതൊരു വക്കീലിന്റെ വോയിസ് ക്ലിപ്പാണ് കേട്ടോ. നിന്ന് അയാൾ നോക്കിയില്ലെങ്കിൽ, അതായത് പിതാവ് നോക്കിയില്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടും. ഇതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്, സഫീഷ്യന്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതും അവരുടെ വരുമാനം നോക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പം ഭർത്താവിന്റെ സ്വത്തുക്കൾക്ക് മുഴുവൻ ഭാര്യയായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവകാശം കിട്ടുന്നില്ല. അതേപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാവട്ടെ, കല്യാണം കഴിപ്പിച്ച് വിടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാവട്ടെ, ഭർത്താവ് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സ്വത്ത് കണ്ട് അത് നിങ്ങളുടെ മകൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കരുത്. അവരെന്തെങ്കിലും തരണമെങ്കിൽ മാത്രമേ കുട്ടിക്കുള്ളൂ, അതല്ലെങ്കിൽ അവർക്ക് പോയി അവിടെ പോയി ജീവിക്കാം എന്നല്ല. എന്തായാലും ഇപ്പോൾ ഷഹലയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഉത്തരത്തിരുന്നത് കിട്ടിയതുമില്ല, പക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു എന്നൊരവസ്ഥയായിരുന്നു. കാരണം ഷഹലയുടെ ഭർത്താവിന്റെ കൂടെയും അല്ല, പിന്നെ കാമുകന്റെയും കൂടെ അല്ല, ഉണ്ടായിരുന്ന കുഞ്ഞുമില്ല, നിവർത്തിയുമില്ല, ഒരു ജോലിയില്ല, ഒരു നിവർത്തിയും ഇല്ല, കഴിഞ്ഞുകൂടാനായിട്ട് ഒരു നിവർത്തിയും ഇല്ല. പക്ഷേ വീട്ടിൽ നിന്നാലും കുറച്ച് കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ഒരു കാര്യമാണല്ലോ പുള്ളിക്കാരത്തി ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഷഹലയെ വെറുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബാക്കി പറ. എന്തായാലും ഷഹലയുടെ പ്രശ്നം ഈ ഇടയ്ക്കൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. നീണ്ടു പോകും. സോഷ്യൽ മീഡിയക്ക് ഒരു കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിയമപരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, മാതാപിതാക്കള്, അതായത് പെൺകുട്ടികളുടെ മാതാപിതാക്കള് ഇപ്പൊ ഒരു കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ ആ ചെറുക്കന് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുൻപിൽ നിൽക്കുന്ന ഒരു വീടാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുൻപിൽ നിൽക്കുന്ന ഒരു സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്നൊക്കെ വെച്ചിട്ട് കെട്ടിച്ചു വിടുന്ന ചില മാതാപിതാക്കളുണ്ട്. അതായത് മക്കള് സന്തോഷമായിട്ടിരിക്കട്ടെ, അവർ നല്ല രീതിയിൽ താമസിക്കട്ടെ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കെട്ടിച്ചു വിടുന്നവരല്ലാതെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് പെൺമക്കൾക്കും, അതായത് ഈ കെട്ടിച്ചു കൊടുക്കുന്ന പുരുഷന്മാരുടെ സ്വത്തിൽ നമ്മുടെ മക്കൾക്കും, അതായത് കെട്ടിച്ചു വിടുന്ന പെൺമക്കൾക്കും ഒരു അവകാശം ഉണ്ട് എന്ന് വിചാരിച്ച് കെട്ടിച്ചു വിടുന്ന പേരൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വക്കീൽ പറയുന്ന വീഡിയോ പ്ലേ ചെയ്യാം. ഇത് കണ്ടിട്ടെങ്കിലും സ്വത്തും പണവും ഒക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് തന്റെ മക്കളെ അവരുടെ സ്വത്തിൽ അവകാശം ഉണ്ടാകും എന്ന് വിശ്വസിച്ച് നിങ്ങൾ കെട്ടിച്ചയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേനും ആ ഒരു പൂതി നിങ്ങൾ അങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടിക്ക് അതിനുള്ള അവകാശമുള്ളൂ. അവരുടെ സ്വത്തിന് അവർ മാത്രമായിരിക്കും പൂർണ്ണമായിട്ടുള്ള അവകാശി. അതുപോലെ തന്നെ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുത്തു വിടുന്ന സ്വർണത്തിനും അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെയും പൂർണ്ണ അവകാശി നിങ്ങളുടെ മകൾ മാത്രമായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും സ്വത്ത് എഴുതി അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടെ മകൾക്കായിരിക്കും, അല്ലെങ്കിൽ അവകാശം നിങ്ങളുടെ മകൾക്കായിരിക്കും. പിന്നെ അവരുടെ വീട്ടിലുള്ള, അതായത് ഭർത്താവിന്റെ പേരിൽ എന്തെങ്കിലും സ്വത്ത് ഉണ്ടെന്നുണ്ടെങ്കിലോ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും സ്വത്ത് ഉണ്ടെന്നുണ്ടെങ്കിലോ അതിന്റെ പൂർണ്ണ അവകാശം ആ വീട്ടുകാർക്കായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഈ വക്കീല് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കപ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ ചെക്കന്റെ സാമ്പത്തിക സ്ഥിതി നോക്കും. അതായത് അവന്റെ ഫാദറിന് വസ്തുവുണ്ടോ, വീടുണ്ടോ, അല്ലെങ്കിൽ അവന്റെ പേരിൽ വീടുണ്ടോ, സ്വത്തുണ്ടോ, ഇത് എന്താ പറയാ, നല്ല സാലറി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്, സാമ്പത്തികമായിട്ട് നോക്കിയിട്ടാണ് അറേഞ്ച്ഡ് മാരേജസ് മിക്കവാറും നടക്കാറുള്ളത്. അപ്പൊ പൊതുവിൽ എല്ലാവരുടെയും വിചാരം എന്താണ്, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികൾക്ക് അതിന്റെ അവകാശങ്ങൾ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ലീഗലി മാരേജ് ചെയ്യുമ്പോഴേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ആ സ്വത്തിന്റെയൊക്കെ ഇത്ര പെർസെന്റേജ് ഒക്കെ ഇവർക്ക് കിട്ടുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മിക്ക കല്യാണങ്ങളും
നമ്മൾ വാല്യൂ ചെയ്ത് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേക്കും എൻ്റെ സണ്ണിലോയ്ക്ക് ഒരു BMW കാറും ഒരു വലിയ ജോലിയും വീടും ഒക്കെ ഉണ്ട് എങ്കിൽ അതൊരിക്കലും എൻ്റെ കൊച്ചിന് കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ എല്ലാ അവകാശികള് അത് അവര് മാത്രമാണ്. അവരെന്തെങ്കിലും നിങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനുള്ള അവകാശം. അപ്പൊ ചോദിക്കും, അപ്പൊ നിയമപരമായി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു ഭർത്താവിന്റെ സ്വത്തിനോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഒന്നും ഒരു അവകാശമില്ലേ ചോദിക്കാം. ഉണ്ട്. ആകെ അവകാശം കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല, സാമ്പത്തികമായിട്ട് ജോലിയോ സ്വന്തമായിട്ട് വരുമാനമോ ഇല്ല എങ്കിൽ ഭർത്താവിൽ നിന്ന് അവർക്ക് പാർപ്പിടമാവട്ടെ, വസ്ത്രമാവട്ടെ, ആഹാരമാവട്ടെ, ചികിത്സാ ചെലവുകളാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ചെലവിനുള്ള തുക നമുക്ക് ഭർത്താവിൽ നിന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിയമപ്രകാരം CRPC 125 പ്രകാരം അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അത് ഉറപ്പായിട്ടും സ്ത്രീക്ക്, അതായത് ലീഗലി വെഡഡ് ആയിട്ടുള്ള ഒരു വൈഫിന് ചോദിക്കാം. പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന വീട് എന്ന് പറയുന്നത് ഒരു മാട്രിമോണിയൽ ഹോമാണ്. നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ ഇറക്കി വിടാനും ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ പാടില്ല. അതിനർത്ഥം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഭർത്താവിന് ഒരു 10 ഏക്കർ സ്വത്തുണ്ട്, 10 ഏക്കർ സ്ഥലമുണ്ട് എങ്കിൽ അതിന്റെ 1/3 അവകാശം ഭാര്യയായ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത് മഹാമണ്ഡത്തനമാണ്. ആ 10 ഏക്കർ സ്വത്തിനുള്ള അവകാശി എന്ന് പറയുന്നത് ഭർത്താവ് മാത്രമാണ്. അതേപോലെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് അവന്റെ പാരന്റ്സിന് എന്തെങ്കിലും സ്വത്തും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനുള്ള പൂർണ്ണമായ അവകാശികൾ അവർ തന്നെയാണ്. അവരെന്തെങ്കിലും നിങ്ങൾക്ക് തരുവാണെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് അവകാശമുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികത്തിന്റെയോ അവകാശികൾ എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. അത് നമ്മൾ എന്താന്ന് പറയും, കല്യാണം കഴിഞ്ഞതോടുകൂടെ ഭർത്താവിനും ഭാര്യയ്ക്കും വരുന്ന അവകാശങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുന്നത് ഒരാളുടെ മരണശേഷം. ഇപ്പം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താവിന് ഒരു 10 സെന്റ് സ്ഥലമുണ്ട് എന്ന് വെച്ചോളൂ. അത് അയാള് വിലയാധാരം മേടിച്ച് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10 സെന്റ് സ്ഥലമാണ്. അയാൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അയാളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ചോദിക്കാം വീട്ടില്. അതേപോലെ അയാളിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചെലവിനുള്ള തുകയും ചോദിക്കാം. കുട്ടികൾക്കും ചോദിക്കാം, 18 വയസ്സ് വരെ ഭാര്യയ്ക്കും ചോദിക്കാം. അതല്ലാതെ ആ 10 സെന്റ് സ്ഥലത്തിന്റെ മേലില് എനിക്ക് ഭാര്യ എന്നുള്ള രീതിയിൽ അവകാശം ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആർക്കും വില്ല് എഴുതുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഒരു പ്രമാണോ ഒരു ആധാരമോ ജനിപ്പിക്കാതെ അയാൾ മരിച്ചു പോയെങ്കിൽ ഉറപ്പായിട്ടും ആ സ്വത്തില് ഭാര്യയ്ക്ക് അവകാശം വരും, മക്കൾക്കും അവകാശം വരും. ലീഗലി വെഡഡ് വൈഫിന് മാത്രമായിരിക്കും അങ്ങനെ ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്, മരിച്ചുപോയ ആളുടെ സ്വത്തിന് അവകാശം വരുന്നത്. അതല്ലാതെ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അതിനൊന്നും ഭാര്യയാണ് ഞാൻ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ തടയാനോ ഒന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് നിയമപരമായിട്ട് പോയിട്ട് ഞാൻ ഇയാളെ ഭാര്യയാണ്, ഇയാളുടെ 10 സെന്റ് സ്ഥലത്തിന് മേലെ എനിക്കൊരു അവകാശമുണ്ട്, അത് കാരണം അത് തടയണം എന്ന് പറയാനൊന്നും നമുക്ക് കോടതിയിൽ പോവില്ല. ആകെ ഭാര്യയ്ക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് നമുക്ക് ചെലവിന് ചോദിക്കാം. ഈ ചെലവിന് എന്ന് പറയുന്നത് അയാളുടെ ജീവിത സാഹചര്യം, ജീവിത നിലവാരം അനുസരിച്ചിട്ടാണ് നമുക്ക് ചെലവിന് ചോദിക്കാൻ പറ്റുന്നത്. അതായത് ഒരു കൂലിവേല ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു വലിയൊരു എമൗണ്ട് ഒന്നും നമുക്ക് ചെലവിന് ചോദിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ പ്രൊഫഷണലി വളരെ റിച്ച് ആയിട്ട് ജോലി ചെയ്ത് നല്ല സാമ്പത്തിക സാലറി ഒക്കെ കിട്ടുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജീവിത നിലവാരം ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് അയാളുടെ സാലറിയും കാര്യങ്ങളും നമ്മൾ അസറ്റ് പ്രൂവ് ചെയ്യണം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്യുവാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളൊരു തുക. അതായത് ഇപ്പൊ സാലറി മേടിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, മാഡം നമുക്ക് ഭാര്യയ്ക്ക് എത്ര % ആണ് സാലറിയിൽ നിന്ന് ചോദിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ മൊത്തം തെറ്റിദ്ധാരണയാണ്. ഭർത്താവിൽ നിന്ന് ഇത്ര % ഭാര്യയ്ക്ക്, ഇത്ര % കുട്ടികൾക്ക്, അങ്ങനെ ഇല്ല. അവരുടെ ദൈനംദിന ജീവിതത്തിനുള്ള ചെലവുകൾ, ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ പഠിത്തം, അവരുടെ ചികിത്സ ആവട്ടെ, വസ്ത്രമാവട്ടെ, അല്ലെങ്കിൽ ആഹാരമാവട്ടെ, അതിനുള്ള എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഏതായിട്ടുള്ള അവർക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, നല്ല മിടുക്കികളായിട്ടുള്ള ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിന് വന്നിട്ട് നമുക്ക് ഭർത്താവിൽ നിന്ന് അയാൾ നോക്കിയില്ലെങ്കിൽ, അതായത് പിതാവ് നോക്കിയില്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടും. ഇതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് സഫീഷ്യന്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതും അവരുടെ വരുമാനം നോക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പം ഭർത്താവിന്റെ സ്വത്തുക്കൾക്ക് മുഴുവൻ ഭാര്യയായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവകാശം കിട്ടുന്നില്ല. അതേപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാവട്ടെ, കല്യാണം കഴിപ്പിച്ച് വിടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാവട്ടെ, ഭർത്താവ് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സ്വത്ത് കണ്ട് അത് നിങ്ങളുടെ മകൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കരുത്. അവരെന്തെങ്കിലും തരണമെങ്കിൽ മാത്രമേ ഈ കുട്ടിക്കുള്ളൂ, അതല്ലെങ്കിൽ അവർക്ക് അവിടെ പോയി ജീവിക്കാം എന്നല്ലാതെ ഈ കുട്ടിക്ക് കൂടുതലായിട്ട് അതിനുള്ള അവകാശങ്ങളും കാര്യങ്ങളും അയാൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് കിട്ടില്ല.
എന്തായാലും ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്ക് എങ്ങനെയൊക്കെയാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെന്ന്. ഭർത്താവിന്റെ അവകാശങ്ങൾ, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ഏത് രീതിക്കൊക്കെയാണെന്നുള്ളത് മനസ്സിലായി കാണും. പ്രത്യേകിച്ചും പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പോഴത്തേക്ക് ഇതുപോലെ സാമ്പത്തികം നോക്കി പയ്യനുള്ളത് എന്റെ മോക്കും കിട്ടും എന്ന് കരുതി അയക്കണവരും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. ഈ ഒരു കാര്യം ഷഹലയും മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്ത് തോന്നിയാസവും കാണിച്ചിട്ട് പിന്നീട് ഭർത്താവിന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുക, ഇതിനൊന്നും ഒരു നാണോ മാനം ഇല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഭർത്താവ് ചോര നീരായി ഉണ്ടാക്കിയ പൊന്നും പണവും എല്ലാം കൊണ്ട് ഒരുത്തന്റെ കൂടെ പോയി, അവിടുന്ന് അടിയും തൊഴിയും കൊണ്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് മകനെ ആ ഭർത്താവിന്റെ കൂടെ അയച്ചു. ഓക്കെ, ആ കുഞ്ഞിപ്പോ സുരക്ഷിതമായ അച്ഛന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിനക്ക് ജീവിക്കാനായിട്ട് ഒരു മാർഗവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വന്ന ഈ സാഹചര്യത്തില് വീണ്ടും ആ പാവ മനുഷ്യന്റെ പൈസ പിടിച്ചു വാങ്ങാനായിട്ട് നിനക്ക് ഒരു നാണവും മാനവും ഇല്ലേ എന്നാണ് ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 പൈസ പോലും ഇവളെ പോലെയുള്ളവർക്ക് കൊടുക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ കോടതി കാര്യമാണ്, നിങ്ങളുടെ മനസ്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സ് മാറി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ 5 നയാ പൈസ പോലും ഇവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവൾ വരുത്തി വെച്ചതാണ്, അത് അവൾ അനുഭവിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഷഹല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നല്ല ഒരു ജീവിതം ഷഹലയ്ക്ക് ആശംസിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഷഹലയ്ക്ക് ആശംസിക്കുന്നു. ഓക്കെ, ഈ അവസ്ഥയിൽ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ ഇതും കൂടെയൊക്കെ മനസ്സിലാക്കിയിട്ട് അതെ, നിങ്ങൾ അവിഹിതത്തിന് പോകാനായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടാനായിട്ട് നിൽക്കുന്നവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള റിയാക്ഷൻ ചാനലുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറെയൊക്കെ അവിഹിതങ്ങളൊക്കെ മാറിപ്പോകുന്നത്. എത്രയോ ആളുകൾ വീഡിയോ കണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വന്നിരുന്ന് സംസാരിക്കാനായിട്ട് ആൾക്കാരുള്ളത് കൊണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് തെറ്റിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അതെ, എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു ആശ്വാസകരമാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.